നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് സുഖിയനാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നത്. ചെറുപയർ ഒരു 8 മണിക്കൂർ, ഇതൊരു 250 ഗ്രാം ചെറുപയറുണ്ട്. ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കുക്കറിൽ വേവിച്ചതാണ്. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കുക്കറിലൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താണ്. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. കറക്റ്റ് വെള്ളം വയ്ക്കുമ്പോൾ അത് ഇതിൻ്റെ മേലെ വരെ വരാനുള്ള എന്തോരം പയറെടുത്തിട്ടുണ്ടോ അതിൻ്റെ മേലെ വരുന്ന രീതിയിൽ വെള്ളം വെച്ച് വേവിക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പയറിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഏലക്കാപ്പൊടി ആഡ് ചെയ്യാം. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിലാക്കി ഇട്ടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉരുണ്ട് കിട്ടുന്ന പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി സുഖിയന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് മുക്കി വേണം നമുക്ക് സുഖിയൻ ഉണ്ടാക്കിയെടുക്കുക. ഇതിനൊരു ചെറിയ മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ചെറുപയർ അതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ബോൾസായിട്ട് എടുക്കുക. ബാറ്ററിലേക്ക് മുക്കിയെടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ബാറ്ററിൽ മുക്കി
ഇതെല്ലാം നമുക്ക് ഇളക്കിയിട്ട് കൊടുത്ത് മുരിച്ചെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്.